ജയ് ജയ് യേശു ക്രിസ്തു. ഓക്കെ, ഇന്ന് നമ്മോട് കൂടി ആയിരിക്കുന്നത് ഡിവൈനിലെ 50 വർഷത്തിന്റെ സുവർണ ജൂബിലിയുടെ നിറവിൽ ആയിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, കേരളക്കരയിലെ മിക്ക യുവജന പ്രസ്ഥാനം, അതുപോലെ തന്നെ പ്രായമായവരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു യുവജനത്തിന്റെ മാത്രമല്ല, മറ്റു കേരളത്തിന്റെ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ വലിയൊരു കൂട്ടായ്മയാണ് നടക്കുന്നത്. Y4CA അല്ലേ? യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ്. അതിന് മലയാളം ദൈവത്തിൽ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ യുവജന സമൂഹം. ഓക്കെ, അതിന്റെ അർത്ഥം, അതായത് ഇന്ന് ഇവിടേക്ക് വരാണ്ടായ കാരണം എന്താണ്? അത് എല്ലാവരും ഈശോയോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ വേണ്ടിട്ട് യുവജനങ്ങൾ എല്ലാവരും കൂടെ അടുത്ത് എല്ലാവരും ഒന്നിച്ചായിട്ട് എല്ലാവരുമായിട്ട് ഒരു സംഗമം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുമായിട്ട് സംഗമം. അപ്പൊ സംഗമിച്ചു. ഇഷ്ടപ്പെട്ടു. സന്തോഷം. ഇന്നത്തെ പ്രോഗ്രാമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇന്നത്തെ പ്രോഗ്രാമിൽ യൂത്ത് എല്ലാം ഭയങ്കര വൈബായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ ആ ഒരു ഇന്റർമീഡിയറ്റ് സെക്ഷനാണ്. ഒരു പാനൽ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ യുവജനങ്ങൾ എങ്ങനെയാണ്, കാരണം നമ്മൾ ആദ്യം തന്നെ ഡാനിയലിച്ചൻ്റെ ഒരു സെക്ഷൻ എല്ലാവർക്കും വേണ്ടി നടന്നിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, പണ്ട് കൊച്ചു തെരേസയ്ക്ക് വിശുദ്ധി പാലിക്കാനായിട്ട് എളുപ്പം ആയിരുന്നു കുറച്ചും കൂടെ. പക്ഷേ ഇന്നത്തെ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ വിശുദ്ധി പാലിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അപ്പോൾ അങ്ങനെ ആ പാനൽ ചർച്ചയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് വിശുദ്ധി പാലിക്കാൻ പറ്റും, അപ്പം ആ രീതിയിൽ ഇപ്പം യുവാവ് തൻ്റെ മാർഗ്ഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും, അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് തന്നെ എന്ന സങ്കീർത്തനം 119:9 പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഏറ്റവും കിട്ടിയൊരു കാര്യം, നമ്മൾ വചനം അനുസരിച്ച് ജപമാല കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ യുവാക്കളെല്ലാം ശക്തരായിട്ട് അങ്ങ് ഇറങ്ങാണ്. ഇതാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു മീറ്റിങ്ങിലൂടെ ഞങ്ങൾക്ക് കിട്ടിയൊരു കാര്യം. ശരി, അങ്ങനെ ഇറങ്ങും. സെറ്റാണ്. ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പിള്ളേർ എങ്ങനെയാണ് വിശുദ്ധിയിൽ വളരാൻ ഒരു എന്താ പറയാ, ഒരു ക്ലാസ് എങ്ങനെ കൊടുക്കുക? നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുഞ്ഞു വിശുദ്ധരെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡൊമിനിക് സാവിയോ, ഇപ്പോൾ ഡൊമിനിക് സാവിയോടെ ഒക്കെ കുഞ്ഞു കഥകൾ അപ്പം അവർ ആതുർകുർബാനയ്ക്കൊക്കെ ഒരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഡൊമിനിക് സാവിയോ പരിശുദ്ധ അമ്മേനെയും അതുപോലെ തന്നെ നമ്മുടെ ഈശോനെയൊക്കെ കൂട്ടുകാരായിട്ട് കണ്ട ആൾക്കാരാണ്. അപ്പം അങ്ങനെ നമ്മൾ കുഞ്ഞു വിശുദ്ധരിലൂടെ കുട്ടികളിലേക്ക് ഇറങ്ങും. അതാണ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ Y4CA കോർഡിനേറ്റർ അച്ഛൻ അല്ലേ? അതെ, അച്ഛന്റെ പേര്? എൻ്റെ പേര് ജോസഫ്. അച്ഛാ, എങ്ങനെയാണ് Y4CA മിനിസ്ട്രി നടന്നു പോകുന്നത്? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്? നന്നായിട്ട് പോകുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ യുവജനങ്ങളെ അടുത്ത തലമുറയെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ നമുക്ക് ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ ഒരു വലിയ ബ്ലെസ്സിങ് ആയിരിക്കും അടുത്ത തലമുറ ഉണ്ടാകുക. ഞങ്ങളുടെയൊക്കെ പ്രായം, ഞങ്ങൾ 60 കഴിഞ്ഞവരായി. അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഒരു 25 വയസ്സിൽ താഴെ 35 വയസ്സിൽ താഴെയുള്ളവർ എത്തണമല്ലോ. അവരതിനു വേണ്ടിയിട്ട് എക്വിപ്ഡ് ആകുന്നുണ്ട്. അത് വലിയ അനുഗ്രഹമായിട്ട് ഭാവിക്കുന്നതിന്. ഇനി ഭാവിയിലേക്ക് എങ്ങനെയാണ് ഈ ഒരു Y4CA മാത്രമല്ല യൂത്തിനെ എങ്ങനെയാണ് കൊണ്ടുവരാൻ സാധിക്കും? യൂത്തിനെ കൊണ്ടു നടക്കണമെങ്കിൽ ഈശോ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നടന്ന പോലെ കൂട്ടത്തിൽ നടന്നാൽ മതി. അവരുടെ ചോദ്യങ്ങൾ കേട്ടാൽ മതി, അവരുടെ തർക്കങ്ങളൊന്ന് കേട്ടാൽ മതി, അവരുടെ ഒപ്പം നടന്നാൽ മതി, അവർ ഈശോയിലേക്ക് വന്നോളൂ. ഇപ്പോൾ അടുത്തൊരു എൽഡർ ചേട്ടനാണ് വിമൽ ആൽബർട്ട്. അപ്പൊ ആൽബർട്ടേടാ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഉഷാറാണോ? തീർച്ചയായിട്ടും ഇത് കരിസ്മാറ്റിക് നവീകരണത്തെ സംബന്ധിച്ചും ഭാരതസഭയെ സംബന്ധിച്ച്, ഭാരതസഭ എന്ന് പറയാൻ വേണമെങ്കിൽ ആഗോള സഭയെന്ന് പറയാം. കാരണം കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് സഭയുടെ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഏക ഉത്തരമാണ് ഈ Y4C കൂട്ടായ്മ. അപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ഇടപെടലാണ്. കരിസ്മാറ്റിക് നവീകരണം തന്നെ 1967 പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ പോലെ ഈ നവീകരണത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ സുവർണ സമയത്ത് സഭയ്ക്ക് നൽകിയ, പരിശുദ്ധാത്മാവ് നൽകിയ വലിയ ഒരു സംഭാവനയാണ്, ഒരു നന്മയാണ്, വരദാനമാണ് ഈ Y4C. ഈ Y4Cയുടെ പ്രവർത്തനങ്ങളാണ് ഇനി അടുത്ത ജൂബിലിയിലേക്ക്, അടുത്ത വജ്ര ജൂബിലിയിലേക്കും ഗോൾഡൻ സുവർണ ജൂബിലിയിലേക്കും പോകുമ്പോൾ ഈ Y4C ഭാവി സാധ്യതയുള്ളതാണ്. സഭയുടെ വസന്തമായി ഈ കറണ്ട് ഓഫ് ഗ്രേസിൻ്റെ ഇനി ഭാവി നയിക്കാനുള്ളത് ഈ Y4C ആണ്. യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ് ആണ്. ഇനി ഈ കേരളത്തിനും ഭാരതത്തിനും ലോകത്തിന് തന്നെ വെളിച്ചമായി തീരാനായിട്ട് എല്ലാ യുവജനങ്ങളെയും, സകല യുവജനങ്ങൾ, മാമോദീസ സ്വീകരിച്ച എല്ലാ യുവജനങ്ങളെയും ഈ Y4C ഉൾക്കൊള്ളുന്നു. യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ് എല്ലാവിധ ആശംസകളും. യേശുവിനെ കണ്ടു, തന്റെ ശങ്കു തന്നു, ചോര കൊടുത്തെന്നെ തന്റെ സ്വന്തമാക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, എന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു.
Vote CA!